ഇവന് ഫീഡ് ചെയ്യുമ്പോൾ നോക്കി ഫീഡ് ചെയ്തില്ലെങ്കിൽ ഇതേപോലെ വിരലും കടിച്ചിട്ടും പോകും. നിങ്ങൾ അരാപ്പമ്മയെ മേടിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഒരു സാധാരണക്കാരൻ അരാപ്പമ്മയെ മേടിച്ച് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ വളർത്തിയെടുക്കാമെന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിൻ്റെ വീഡിയോ കേട്ടോ. നമ്മുടെ ഫിഷസിനെ എല്ലാം കാണിക്കുന്നത്. ഇന്ന് നമ്മൾ പുറത്തേക്ക് പോകണേണ്. നമ്മുടെ സുഹൃത്തായ ഷെറിയാസിൻ്റെ വീട്ടിലേക്ക് പോകണേണ്ട. നമ്മൾ ആ വഴി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 അടി ആയിട്ടുള്ള 2 അടി നീളമുള്ള ഒരു അരാപ്പയ്മന പുള്ളിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മേടിച്ച് പുള്ളിക്ക് നമ്മളോട് പറഞ്ഞത് കൊണ്ട് നമ്മൾ മേടിച്ച് നമ്മുടെ വണ്ടിയിലാണ് കൊണ്ടുപോയി അവിടെ എത്തിച്ചത്. അപ്പോൾ ആ സാധനത്തിനൊന്ന് പോയി കാണണം. അത് എന്തുമാത്രം ഉണ്ട്, 6 മാസം കൊണ്ട് എത്ര വളർന്ന്, അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാനും എനിക്കും കാണണം. അപ്പോൾ അതിൻ്റെ ഫീഡിങ്ങൊക്കെ ഒന്ന് നോക്കണം. നമുക്ക് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ അരാപ്പയ്മന ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെയാണ് അതില്ല. അപ്പോൾ അതിനൊന്ന് പോയി കാണുന്ന എൻ്റെ ഫീഡിങ്ങൊക്കെ നല്ല രസമുള്ള ഒരു ഇതാണ്. അപ്പോൾ അതൊന്ന് കാണണം. ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. അവിടെ ചെന്നിട്ടായിരിക്കും ബാക്കി വീഡിയോസ്. അങ്ങനെ നമ്മൾ ഷെറിയാസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് അരാപ്പയ്മ ടാങ്കൊക്കെ മൂടിയൊക്കെ ഇട്ടെങ്കിൽ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ആശാനെന്ന് പരിചയപ്പെടുത്തി തരാം. വേണ്ട, അപ്പോൾ നമ്മൾ അരാപ്പയ്മനെ കാണാൻ വേണ്ടി വന്നതാണ്. വണ്ടിയിൽ കൊണ്ടുവന്ന സാധനം ഇതാണ്. നമ്മൾ ആശാൻ പണിയിലാണോ? അപ്പോൾ അതേ ടാങ്ക് ഇതാണല്ലോ അല്ലേ. ടാങ്കിൽ പുതിയ നെറ്റൊക്കെ അടിച്ചിട്ടുണ്ടല്ലേ. അന്ന് വന്നപ്പോ വല മാത്രം ഓർമ്മ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അവരൊക്കെ വലയൊക്കെ ചാടിയല്ലേ. ഇപ്പൊ കനോളം നെറ്റിട്ടുണ്ട്. ആ സ്ഥാനത്തൊന്ന് കണ്ടാലോ. നെറ്റുള്ളതാണ് നമുക്ക്. നമ്മന്ന് കൊണ്ടുവരുമ്പോ 2 അടിയൊക്കെ ഉണ്ടാകുന്നുള്ളതേ. ഇപ്പൊ എത്ര അടി ഉണ്ടാവും? 4 അടി. ഓ ഓക്കെ. ആളെങ്ങനെയാണ്? ചാട്ടം ഉണ്ടോ? ആള് നല്ല ചാട്ടമാണ്. ഫുഡ് കൊടുത്താല് അത് നല്ല അടി അടിക്കും. ഫുഡ് ഇടുക. ഇവര് ഫുഡ് എടുക്കണതാണ് നമ്മൾ വീഡിയോസിലേക്ക് കണ്ടിട്ടുണ്ട് യൂട്യൂബില്. ഫുഡ് എടുക്കണ കാണാൻ ഭയങ്കര രസമാണ്. അപ്പൊ ഫുഡ് ഒന്ന് കൊടുത്ത് നോക്കിയാലോ. എന്ത് സാധനം കൊടുക്കുന്നത്? ചാളയല്ലേ. ലൈഫ് ഫീഡ്. ആ ഇപ്പൊ ചാളയല്ലേ. ചാള കഴിച്ചോളൂ. കൈക്കിട്ട് അടിക്കുവോ? ഓ ഫുഡ് കൊടുക്കാനല്ലേ ഇതിന്റെ രസം കാണാൻ. ഏറ്റവും നമുക്ക് ഇത് വളർത്താനുള്ള ഒരു ഇൻട്രസ്റ്റ് തന്നെ വെച്ചാല് ഫുഡ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ആണല്ലേ. മറ്റു മീനുകളെ പോലെയൊന്നുമല്ല ഫുഡ് എടുക്കണ. ഓ വെള്ളമൊക്കെ തെറിച്ചിട്ട്. ഇങ്ങനെയുള്ള വലിയ ഫിഷുകൾക്ക് ഫീഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അവർ അഗ്രസീവായിട്ട് ഇതേപോലെ ചാടിക്കടിക്കും. ഓ കടിച്ച പൊട്ടോ പൊട്ടോ. കൈക്കിട കടിക്കുമല്ലോ സാധനം. പിള്ളേരൊക്കെ എങ്ങനെയാണ് കൊടുക്കാൻ? ആ പിള്ളേരെ പഠിപ്പിക്കുന്നതല്ലേ. അതേപോലെ നമ്മളുടെ അരാപ്പയ്മക്ക് ഫീഡ് ചെയ്യാൻ വേണ്ട. പല വീഡിയോസിനും കണ്ടിട്ടുണ്ട് അരാപ്പയ്മക്ക് ഫീഡ് ചെയ്യണ വീഡിയോസ്. നമ്മളൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്ന് ലൈവായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും. ചാള എന്താ കൊടുക്കാൻ പോകണം. ചാള ഇങ്ങനെ കിട്ടുന്ന വാളങ്ങാട് പോയിട്ടുണ്ടാ. 100 ലക്ഷം പോയിട്ടുണ്ട്. ഇത് ചാള കണ്ടത് അടുത്ത് വരുന്നുണ്ട്. അതുണ്ട് വരുന്നുണ്ട് 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 കിട്ടിയില്ലടാ. കൈയിന്റെ പറ്റവരെ വന്നിട്ടേ ആള് അത് രസമാണ്. ഇതിനെ കൊടുക്കാൻ നമ്മൾ കുളിപ്പിച്ചോളെ വെള്ളമൊക്കെ തെറിപ്പിച്ച് നല്ല രസോട്ടാ. ഇതിനെയൊക്കെ വളർത്തി ഫീഡ് ചെയ്യണതാണ് സൂപ്പർ. ഉറങ്ങാൻ പോകില്ലേ? നല്ല ത്രില്ലായിട്ടാ ഉറങ്ങാൻ കൊടുക്കാൻ പോയി. സാധാരണ ഗപ്പികൾ കൊടുക്കുന്ന പോലെ കൊടുക്കുന്നത് മേടിക്കുകയും ചെയ്യണം. ഓരെ കുളിപ്പിച്ചാണ് ഇവിടെ നമ്മളെ മൊബൈലിലൊക്കെ വെള്ളം കൊണ്ടുണ്ട് അടിച്ച്. ഇതേ സാധനം അടി കൂടി പോണേ.
മൂശിയുണ്ടല്ലേ? മൂഷിയാണുള്ളത് നമ്മുടെ. അത് എത്ര ഉണ്ട്? അത് 3 അടിയൊക്കെ ഉണ്ടാവൂലേ? അത് 3 അടി ഉണ്ട്. ഇതിന്റെ അത്ര ഇല്ല. ഇതിന്റെ അത്ര ഇവര് ചാള തന്നെയാണ് 3 അടി. ഇതും ചാള തന്നെയാണ് ഇന്നലെ. ഇതിനും ചാളയൊക്കെ തന്നെയാണ് കൊടുക്കണത്. അതെ. അപ്പൊ ഇവിടെ വന്നപ്പോ അരാപ്പ നമുക്ക് ചാളയാണ് കൊടുക്കാനുണ്ട്. ചാള കൊടുത്ത് നമുക്ക് വളർത്താൻ പറ്റുമോ ഇതിനെ? ഇതിനാദ്യം ഗോൾഡ് ഫിഷാ കൊടുത്തോണ്ടിരുന്നത്. ലൈഫ് ഫീഡ് ചെറുതല്ലേ? ലൈഫ് ഫീഡാണ് ചെറുതിലെ കൊടുത്തോണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അത് മുതലായില്ല, കോസ്റ്റ്ലി ആവും അല്ലേ? അപ്പൊ നമുക്ക് ലോ കോസ്റ്റ് ആയിട്ട് ചാളയെ കൊടുത്ത് നമുക്ക് ചാള കൊടുക്കുന്നോണ്ടാണ്. അതെ, ചാള കൊടുത്തിട്ടുണ്ട്. നല്ല ആരോഗ്യം ഉണ്ടല്ലോ, നല്ല ലെങ്ത്തും വെച്ചിട്ടുണ്ട്. ചാള നല്ലതാണ്. അതെ, ചാളയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ സാധനം എടുക്കും. അപ്പൊ നമുക്കൊരു സാധാരണക്കാരനും മേടിച്ച് വളർത്തിയെടുക്കാൻ പറ്റും. സാധാരണക്കാരനും മേടിച്ച് വളർത്താൻ ചാള എല്ലാം കൊടുത്താൽ മതി. ചെറിയ ചാള മേടിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിന് അയില അങ്ങനെയുള്ളതൊന്നും കൊടുക്കാതിരിക്കുന്നത് നല്ലത്. വലിയ മുള്ളുള്ള മീനെ, ചെറിയ മുള്ളുള്ള കൊടുക്കാതിരിക്കാനാണ് നല്ലത്. ചെമ്മിനെ കൊടുക്കും. ചെമ്മിനെ കൊടുക്കാം. കളർ വെക്കാനായിട്ട് സാധാരണ മീനിനെ കൊടുക്കുന്ന പോലെ ചെമ്മിനെ ഇവർക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കാനല്ലേ. നമ്മൾക്ക് ഇത് വളർത്താനുള്ള ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഫുഡ് കൊടുക്കലാണ്. പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ പൈസ കൊടുത്താണ് അവർ ഈ സാധനത്തിന് ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നത്. നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി കൊടുക്കുന്നത്. അവർ കണ്ണൂരൊക്കെയാണ് സാധനം ഉള്ളത്. അവിടെയൊക്കെ പോയി എടുക്കണമെന്നുള്ളത് ഇവിടെ വന്ന് ലൈവായിട്ട് ഇതിൻ്റെ ഫുഡൊക്കെ കൊടുക്കാൻ കാണാൻ പറ്റും. ഇതിപ്പോൾ ഇവിടെ കിട്ടാറുണ്ടോ മേടിക്കാൻ? ഏതാണ് ഇപ്പൊ ഇവിടെ കിട്ടുന്നില്ല. ഇതിന്റെ കുഞ്ഞുങ്ങളെ ഒന്നും മേടിക്കാൻ കിട്ടുന്നില്ല. അത് പുറത്തുനിന്ന് വന്ന അതെ അതെ അതെ. അതിന് ഏകദേശം കിട്ടിട്ടുണ്ട്. അതാണ് അത്. ഒരു ദിവസം എത്ര ചാളയെ കഴിക്കും? ഒരു 10 ചാളയെ കഴിക്കും. അപ്പൊ നമുക്ക് 1 കിലോ മേടിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് 2 ദിവസം 3 ദിവസത്തേക്ക് ഉണ്ടാവും അല്ലേ? രാവിലെ ഒരു നേരമാണോ ഫീഡ് ചെയ്യണം? അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ 2 നേരം ഫീഡ് ചെയ്യും. രാവിലെയും വൈകിട്ടും ഫീഡ് ചെയ്യും. അതെ. വിശപ്പ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വരത്തില്ലല്ലോ. പിന്നെ വരത്തില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും. പിന്നെ ഓവറായിട്ട് ഫീഡ് ചെയ്താൽ വെള്ളവും ചീത്താവൂലെ? അതെ അതെ. വെള്ളം എത്ര ദിവസം കൊണ്ട് മാറേണ്ടി വരും? വെള്ളം ഇതിപ്പോ ഞാൻ വീക്കിലാണ് അത് വെള്ളം മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫിൽറ്റർ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫിൽറ്ററിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ വീക്കിലി മാറ്റണം. ഫിൽറ്റർ ഉണ്ടെങ്കിൽ വെള്ളം നമുക്ക് ഇത് തന്നെ. വെള്ളം നമുക്ക് ഇതുപോലെ ഇത് സാധാ ഷീറ്റ് അല്ലേ? ഫ്ലെക്സ് വെച്ചിട്ട്? സാധാ ഫ്ലെക്സ് അല്ല, ഇത് ടെന്റ് അടിക്കുന്ന ഒരു ഷീറ്റാണ്. ഇരുമ്പിന്റെ ബോക്സ് കൊണ്ടിട്ട് ടെന്റ് നല്ല കട്ടിയുള്ള ഷീറ്റാണല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷീറ്റിൽ ചെയ്തെടുക്കാം. മണ്ണിലൊക്കെ ആണെങ്കിലും 8-4 അല്ലേ? വലിയ സിമന്റ് ടാങ്കൊക്കെ കെട്ടി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര കോസ്റ്റ്ലി ആവും. സാധനത്തിനെ വളർത്താനും സുഖമാണ്. അതേപോലെ നമുക്കിപ്പോ ഇത് മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമാണ്. എടുത്ത് മാറ്റി ഈ ടാങ്ക് അല്ലെങ്കിൽ നമ്മള് കോൺക്രീറ്റ് കൊണ്ടൊക്കെ പണിത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലം വേസ്റ്റ് ആയി. നമുക്ക് ഈ ഇത് നിർത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മതിയായി, അല്ലെങ്കിൽ നമ്മളിത് വേറെ സ്ഥലത്തേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് മണ്ണിനടിയിൽ കുഴിച്ചിട്ടാണെങ്കിലും മണ്ണിനടിയിൽ കുഴിച്ച് മണ്ണ് കട്ടയൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പൊ ലോ കോസ്റ്റ് ആയിട്ട് സാധനത്തിന് സെറ്റ് ചെയ്യാം നമുക്ക്. ഈ ഒരു സൈസ് ഒക്കെ ആകുമ്പോ എത്ര രൂപ വരും മാർക്കറ്റിൽ? അറിയോ? മാർക്കറ്റില് ഓയിൽ വാൾ 30,000 40,000 ഇടയിൽ വരും ഇതിന്റെ ഇങ്ങനത്തെ സൈസ് ഒക്കെ അല്ലേ? ഇപ്പൊ സാധനം കിട്ടാത്തതുകൊണ്ടാണ് അത്രയും കോസ്റ്റ്ലി ആവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടി ഈ അരാപ്പയുടെ ഒരു വീഡിയോ സെറ്റ് ചെയ്ത് തന്ന ആശാനി നന്ദി. ഇനി കാണാട്ടോ. അപ്പൊ ഇനി വലുതാകുമ്പോ നമുക്ക് ഇതിന്റെ അപ്ഡേഷനൊക്കെ എടുക്കാം അല്ലേ? ഫിൽറ്ററൊക്കെ സെറ്റ് കുറച്ചും കൂടി വലുതാ. ഫിഷ് ഉണ്ടല്ലേ? വേറെ ഫിഷസ് ഉണ്ട്. അലിഗേറ്റർ ചെറുതായല്ലോ, അത് ഫുഡ് കിട്ടാത്തോണ്ടാണ്. ഇത് സെയിം സൈസ് ആയിരുന്നു നമ്മ കൊണ്ടുവരുമ്പോ ഞാൻ ഇട്ട പക്ഷെ അലിഗേറ്ററിന് ഫുഡ് കിട്ടാത്ത കാരണം അത് നമുക്ക് കൈയിടാൻ കഴിഞ്ഞാൽ നമ്മുടെ കയ്യെ കൊടുക്കാൻ വേണ്ടിട്ട് സമ്മതിക്കുന്നില്ല. ഇയാൾ അപ്പത്തേക്ക് ഫുഡ് എടുക്കാനായിട്ട് വരും. അങ്ങനെ ഫുഡ് കുറവായിട്ട് കിട്ടുന്നതുകൊണ്ട് അത് അത്ര സൈസ് ആവാത്തതിന്റെ സാധനം അടിപൊളിയാണല്ലേ? ഓക്കെ, 2 എണ്ണം ഇടാൻ പറ്റുമോ ഈ ഫിഷ്? 2 ഇടാൻ പറ്റും ഈ ടാങ്കിൽ. ഇല്ല, ഇപ്പൊ എത്ര ഫിഷ് ഉണ്ട് ഇതിനകത്ത്? അതിപ്പോ ഉള്ളത് നമ്മുടെ കയ്യിൽ അലിഗേറ്റർ ഉണ്ട്, അരാപ്പൈമ, പിന്നെ മൂഷിയുണ്ട്, പിന്നെ ഒരു ബ്രാല് കിടപ്പുണ്ട്. ബ്രാലല്ലേ? നമ്മുടെ നാടൻ ബ്രാല്. നാടൻ ബ്രാല് കിടപ്പുണ്ട്. ഓക്കെ.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അരാപ്പമ്മനെ മേടിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ ബെൽ ബട്ടൺ മൊത്തം മറക്കണ്ട. നമ്മൾ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.